ലങ്കാധിപതിയായ രാവണന്റെ 10 ശിരസുകൾ കേവലം ഭീകരതയുടെയോ അധികാരത്തിന്റെയോ അടയാളമായിരുന്നില്ല. പകരം അവ ഒരു വ്യക്തിയിലെ സദ്ഗുണങ്ങളെയും ദുർഗുണങ്ങളെയും ഒരുമിച്ച് പ്രതിഫലിപ്പിച്ചു. രാവണനെ പതനത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ വിവേകത്തെ മറച്ചു കളഞ്ഞ ആന്തരിക ശത്രുക്കളാണ് ഈ 6 ശിരസുകൾ. ആദ്യത്തേത് കാമം, അനിയന്ത്രിതമായ ആഗ്രഹം. രണ്ടാമത്തേത് ക്രോധം, അതായത് കോപം, വിവേകം കെടുത്തുന്ന ദേഷ്യം. മൂന്നാമത്തേത് മോഹം, അമിതമായ മമത, അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് നയിക്കുന്ന അമിതമായ അടുപ്പം. നാലാമതായി ലോഭം, അതായത് അത്യാഗ്രഹം, മതിയാവാത്ത അത്യാർത്തി. അഞ്ചാമതായി മദ്, അതായത് ദുരഭിമാനം, തന്നെത്താൻ വലുതായി കരുതുന്ന അഹങ്കാരം. ആറാമതായി മാത്സര്യം, അതായത് അസൂയ, അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത. എന്നാൽ ഇവ കൂടാതെ മറ്റ് 4 ശിരസുകൾ രാവണനെ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിലും യോദ്ധാക്കളിലും ഒരാളാക്കി മാറ്റിയ ഗുണങ്ങളാണ്. ഏഴാമതായി വിദ്യ, അതായത് ജ്ഞാനം, വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും കുറിച്ചുള്ള അഗാധമായ അറിവ്. എട്ടാമത്തേത് ബലം, അതായത് ശക്തി, അസാധാരണമായ ശാരീരികവും ആത്മീയവുമായ കഴിവുകൾ. ഒൻപതാമത്തതായി വരുന്നത് തപസ്, അതായത് ഭക്തി, കഠിനമായ അനുഷ്ഠാനങ്ങളിലൂടെ നേടിയെടുത്ത തീവ്രമായ ഈശ്വരാരാധനയും ശക്തിയും. അവസാനമായി ബുദ്ധി, അതായത് വിവേകം, ഭരണം നടത്താനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കൂർമ്മ ബുദ്ധി. രാവണൻ അത്യുന്നതമായ ജ്ഞാനവും ശക്തിയും ഭക്തിയും ഉള്ളവനായിരുന്നിട്ടും അഹങ്കാരം, ആഗ്രഹം, കോപം തുടങ്ങിയ ആന്തരിക ദുർബലതകളെ കീഴടക്കാൻ കഴിയാഞ്ഞതാണ് അദ്ദേഹത്തിന്റെ സർവനാശത്തിന് കാരണം. നാം എത്ര ഉന്നതിയിലെത്തിയാലും ഉള്ളിലുള്ള ദുർഗുണങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ പതനം ഉറപ്പാണെന്നുള്ള മഹത്തായ ജീവിത പാഠമാണ് രാവണന്റെ കഥ നൽകുന്നത്. ലങ്കാധിപതിയായ രാവണന്റെ 10 ശിരസുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീറാം.